السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نسألك العفو والعافية. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. സഹോദരങ്ങളെ, സൂറത്തു മുഹമ്മദിൻ്റെ തഫ്സീറാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, ഇതിൽ 6 ആയത്തുകൾ വരെയാണ് നമ്മൾ വിശദീകരിച്ചത്. 5-ാമത്തെയും 6-ാമത്തെ ആയത്തുകൾ ഇങ്ങനെയാണ്: സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും. സയഹ്ദീഹിം, അല്ലാഹു അവരെ വഴി നടത്തുന്നതാണ് നേരായ മാർഗത്തിൽ. അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചാണ് തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിരുന്നു. അള്ളാഹു പറയുന്നു, സയഹ്ദീഹിം സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും. സയഹ്ദീഹിം എന്നാൽ അള്ളാഹു അവരെ വഴി നടത്തുന്നതാണ്. ഇബ്ൻ കസീർ പറയുകയാണ്, ഐ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് അള്ളാഹു അവരെ കൊണ്ടുപോകും. ഏതുപോലെ സൂറത്തു യൂനുസിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി യഹ്ദീഹിം റബ്ബുഹും ബിഇമാനിഹിം തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാറു ഫീ ജന്നാത്തിൻ നഈം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ആരാണോ അള്ളാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിക്കുകയും വഅമിലുസ് സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്, യഹ്ദീഹിം റബ്ബുഹും, അവരുടെ റബ്ബ് അവരെ നയിക്കും, ബിഇമാനിഹിം, അവരുടെ ഈമാൻ കൊണ്ട്, തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ, ഫി ജന്നാത്തിൻ നഈം, സുഖാഡംബരങ്ങളുടെ സ്വർഗത്തിലേക്ക് അള്ളാഹു അവരെ നയിക്കുന്നതാണ്. സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും വയുസ്ലിഹു ബാലഹും വയുസ്ലിഹു, അള്ളാഹു നന്നാക്കി തീർക്കും, ബാലഹും, അവരുടെ കാര്യങ്ങൾ. ഇതിലെ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെയാണ്. അതായത് വല്ലദീന ആമനു, ഇതേ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യങ്ങൾ നന്നാക്കുമെന്നത് ഈമാനും സാലിഹായ അമലും ഉള്ള സാധാരണ മുഅ്മിനീങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞതുപോലെ, വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിൻ റബ്ബിഹിം കഫറ അൻഹും സയ്യിആതിഹിം വഅസ്ലഹ ബാലഹും. ആരാണോ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയും ചെയ്തത്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും മുഹമ്മദ് നബിക്ക് അള്ളാഹു അവതരിപ്പിച്ചതാകട്ടെ അതാണ് അൽ ഹഖ്ഖു മിൻ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള സത്യം അതാണ്. വഅസ്ലഹ ബാലഹും, അള്ളാഹു അവരുടെ കാര്യങ്ങൾ നന്നാക്കും. അത് തന്നെ ഇവിടെ പറഞ്ഞു, സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും, അള്ളാഹു അവരെ നയിക്കും സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൽ, വയുസ്ലിഹു ബാലഹും, അവരുടെ കാര്യങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നേരെയാക്കും. വയുദ്ഖിലുഹുമുൽ ജന്ന, അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അർറഫഹ ലഹും, എങ്ങനെയുള്ളതാണ് സ്വർഗം? അർറഫഹ, അള്ളാഹു അറിയിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലഹും, അവർക്ക് ഏതു സ്വർഗം ലഭിക്കുമെന്നാണോ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത്, അവൻ വാഗ്ദാനം ചെയ്തത്, അതിലേക്ക് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. അഥവാ സ്വർഗത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ
നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? റബ്ബാണ്. റബ്ബാണ് അത് പടച്ചത്. അള്ളാഹു സ്വർഗവും നരകവും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളായാൽ അത് പടക്കുകയല്ല, മറിച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ അത് നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സൃഷ്ടിക്കുകയും നരകം സൃഷ്ടിക്കുകയും എന്നിട്ട് ജിബ്രീലിനോട്, മലക്ക് ജിബ്രീലിനോട് അത് രണ്ടും പോയി നോക്കാൻ കൽപ്പിക്കുകയും ചെയ്യും. നോക്കിയിട്ട് ജിബ്രീൽ തിരിച്ചു വന്നിട്ട് പറയും, അള്ളാഹുവെ, സ്വർഗത്തെക്കുറിച്ച് കേട്ട ഒരാളും അവിടെ കയറാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നരകത്തെക്കുറിച്ച് കേട്ട ഒരാളും അവിടെ കയറുമെന്ന്, പ്രവേശിക്കുമെന്ന്, അവിടെ കയറിയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരാൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കുകയില്ല, മറിച്ച് അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കും. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് അതവൻ പഠിക്കുകയും ചെയ്യുകയും ചെയ്യും. നരകത്തെക്കുറിച്ചൊരുവൻ കേട്ടാൽ അവൻ ഒരിക്കലും അതിലേക്ക് എത്തുന്ന വഴികളിലേക്ക് പ്രവേശിക്കുകയില്ല, മറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം എന്നതാണ് അവൻ അന്വേഷിക്കുകയും പഠിക്കുകയും ആ നിലക്കാണ് അവൻ ജീവിക്കുകയും ചെയ്യുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ മകാരിഹ് കൊണ്ട് മൂടി, നരകത്തെ ശഹവാത്ത് കൊണ്ട് മൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുജിബത്തിൽ ജന്നതു ബിൽ മകാരിഹ്. സ്വർഗത്തെ അള്ളാഹു മൂടിയിരിക്കുന്നു മകാരിഹ് കൊണ്ട്, മനുഷ്യ മനസ്സുകൾക്ക് പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട്. നരകത്തെ അള്ളാഹു മൂടിയിരിക്കുന്നു ബിശ്ശഹവാത്ത്, മനുഷ്യന്റെ നഫ്സിന് പൊതുവെ മോഹം തോന്നുന്ന കാര്യങ്ങൾ കൊണ്ട്. ഒരുവൻ തോന്നിവാസിയായ തന്റെ നഫ്സിന്റെ ശഹവത്തെല്ലാം, തന്റെ നഫ്സ് തിന്മക്ക് വേണ്ടി നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ നഫ്സിന്റെ അതിന്റെ ആഗ്രഹങ്ങളെല്ലാം തീർക്കാൻ ഒരുവൻ തീരുമാനിച്ചാൽ അവൻ എത്തിച്ചേരുക നരകത്തിലാണ്, വലഇയാദു ബില്ലാഹ്. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിലേക്കുള്ള വഴി ആയി പഠിപ്പിച്ചത് എന്താണോ അത് ചെയ്യാൻ മെനക്കെടുന്നവൻ, അതിന് പ്രയാസമുണ്ടായേക്കാം, എന്നാൽ അള്ളാഹു എളുപ്പമാക്കിയവന് അത് എളുപ്പമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആദ് ചോദിച്ചതുപോലെ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, സ്വർഗത്തിലേക്ക് കയറാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്, എന്നാൽ ഫഇന്നഹു യസീറുൻ അലാ മാ യസ്സറഹു അല്ലാഹു അലൈഹി, അള്ളാഹു എളുപ്പമാക്കി കൊടുത്തവന് അത് എളുപ്പമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങളും ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളും സുന്നത്തായ പല പ്രവർത്തനങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ഒടുവിൽ മുആദിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ, ബിമിലാക്കി ദാലിക കുല്ലെ, അതെല്ലാം നിനക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാൻ സഹായിക്കുന്ന ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ? അപ്പൊ മുആദ് ചോദിച്ചു, എന്താണത് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഈ നാവ് നിന്റെ നിയന്ത്രണത്തിലായിരിക്കുക. മുആദ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയിന്നാ മുആഖദൂന ലിമാ നതകല്ലമു ബിഹ്, നബിയെ, ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ വാക്കുകളുടെ പേരിൽ അള്ളാഹു നമ്മെ പിടിച്ച് ശിക്ഷിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ് ഫഹൽ യകുബ്ബു الناس على وجوههم أو على مناخرهم في النار إلا حصائد ألسنتهم. ജനങ്ങളെ മുഖം കുത്തി അല്ലെങ്കിൽ മൂക്കുകുത്തി നരകത്തിൽ വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ്? പറഞ്ഞു വന്നത് ആ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെളുപ്പമാണ്, അള്ളാഹു എളുപ്പമാക്കി കൊടുത്തവൻ എളുപ്പമായി തീരും എന്ന് പറഞ്ഞു. അള്ളാഹു അവനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, ദിക്ർ ചെയ്യുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചതുപോലെ, യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇഅ അൽ ഇസ്ലാമി ഖദ് കഥറത് അലൈഹി ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബതു ബിഹ്. അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ, ഇതെല്ലാം എനിക്ക് ധാരാളമുള്ളതായി തോന്നുന്നു, പ്രയാസകരമായി തോന്നുന്നു. ഫഅഖ്ബിർനി ബിശൈഇൻ, അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നാലും, അതശബ്ബതു ബിഹ്, ഇതെല്ലാം എനിക്ക് എളുപ്പമാകുന്ന ഒരു കാര്യം, ഒരൊറ്റമൂലി.
കാര്യങ്ങളെല്ലാം എനിക്ക് എളുപ്പമാകുന്ന ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ. ദിക്ർ വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം പറഞ്ഞ സന്ദർഭവും സാഹചര്യവും പഠിപ്പിച്ച ദിക്റുകൾ അതുപോലെ, എത്രയും ഏത് സമയത്തും ചൊല്ലാം എന്ന് പഠിപ്പിച്ചത് അതുപോലെ, ഹൃദയം നാവിന്റെ കൂടെ ഉണ്ടായിരിക്കെ നാവിന്റെ കൂടെ ഹൃദയവും കൂടിച്ചേർന്ന് പറയുന്ന ചൊല്ലുന്ന ദിക്റിന്റെ അർത്ഥവും അതിന്റെ ഉദ്ദേശവും മനസ്സിലാക്കിക്കൊണ്ട് ഈ 3 കാര്യങ്ങൾ ദിക്റിൽ വളരെ പ്രധാനമാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കുക. 2, ഹൃദയവും നാവും ഒരുമിച്ചുണ്ടായിരിക്കുക. 3, ചൊല്ലുന്ന കാര്യത്തിന്റെ അർത്ഥവും അതിന്റെ ആശയവും പഠിക്കുക. അപ്പോഴാണ് അതുകൊണ്ടുള്ള എല്ലാ ഉപകാരങ്ങളും നമുക്ക് ഇൻഷാ അല്ലാഹ് ലഭിക്കുക. അങ്ങനെയുള്ളവന് ഇൻഷാ അല്ലാഹ് ദീൻ അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പമാക്കി കൊടുക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവിൽ എന്താണ് സ്ഥിതി? സ്വർഗം അല്ലാഹു മഖാരിഹ് കൊണ്ട്, പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു. നരകത്തെ അല്ലാഹു ശഹവാത്ത് കൊണ്ട്, മനുഷ്യന്റെ ദേഹേച്ഛകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. ജിബ്രീലിനോട് പറഞ്ഞു വീണ്ടും നോക്കി വരാൻ. ജിബ്രീൽ നോക്കി വന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഒരാളും സ്വർഗത്തിൽ കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരാളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു സഹോദരങ്ങളെ, ഇത് പരീക്ഷണത്തിന്റെ ജീവിതമാണ്, പരീക്ഷണത്തിന്റെ കാലമാണ്. ഇവിടെ നമുക്ക് വേണ്ടത് അല്ലാഹുവിനെ നാം സൂക്ഷിച്ച് ജീവിക്കുകയും സബർ കൈക്കൊള്ളുകയുമാണ്. യഖീനും സബറും, അതാണ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടത്. യഖീൻ എന്നത് ഉറച്ച വിശ്വാസം. അത് ശുബ്ഹാത്തിന്റെ ശർറിൽ നിന്ന്, ദീനിനെ കുറിച്ച് പലരും പടച്ചുവിടുന്ന സംശയങ്ങളുടെ, അതിനെക്കുറിച്ച് അവർ പടച്ചുവിടുന്ന ഇല്ലാത്ത വാദങ്ങളുടെ, തെറ്റായ വാദങ്ങളുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബ് നമുക്ക് യഖീൻ നൽകണം. അതുപോലെ തിന്മകളിൽ നിന്ന്, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ, ഇതിൻ്റെ ഒക്കെ പിന്നാലെ പോയി തിന്മയിൽ ചാടാതിരിക്കാൻ നമുക്ക് സബർ അല്ലാഹു റബ്ബുൽ ആലമീൻ തരണം. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ. അവരിൽ നിന്ന് നാം ഇമാമുകളെ, നേതാക്കന്മാരെ ഏർപ്പെടുത്തി. അവർ ക്ഷമിച്ചപ്പോൾ, നമ്മുടെ അമ്രനുസരിച്ച് ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരെ അവർ ക്ഷമിക്കുകയും വകാനൂ ബിആയാതിനാ യുഖിനൂൻ, നമ്മുടെ ആയത്തുകൾ അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തപ്പോൾ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ബിസ്സബ്രി വൽ യഖീനി തുനാനുൽ ഇമാമതു ഫിദ്ദീൻ. സബറും യഖീനും കൊണ്ടാണ് ദീനിൽ ഇമാമത്ത്, ഉയർന്ന പദവി, നേതൃത്വം അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുക. അല്ലാഹു നമുക്ക് സബറും യഖീനും നൽകുമാറാകട്ടെ. അത് നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പടച്ചു വച്ചിട്ടുണ്ട് സ്വർഗവും നരകവും. ഖിയാമത്ത് നാളിൽ എന്താണ് സംഭവിക്കുക? വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ സൂക്ഷിച്ചവർക്ക് ദൂരെയല്ലാതെ അവരിലേക്ക് അടുപ്പിച്ച് സ്വർഗം കൊണ്ടുവരുന്നതാണ്. വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. എന്നിട്ട് അവരോട് പറയും, ഇതാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗം. ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അവ്വാബും ഹഫീദുമായ ഓരോരുത്തർക്കും. അവ്വാബ് എന്നാൽ അള്ളാഹുലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങിയവനാണ്. അബദ്ധങ്ങൾ സംഭവിച്ചാൽ അതിൽ തുടരുകയും ഉറച്ചു നിൽക്കുകയുമല്ല, മറിച്ച് തിരുത്തുകയും തൗബ ചെയ്യുകയും. ഹഫീദ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഉദ്ഖുലൂഹാ ബിസലാം. സമാധാനത്തോടെ നിങ്ങൾ ഇതിലേക്ക് കയറിക്കോളൂ. ദാലിക യൗമുൽ ഖുലൂദ്. ഇതാണ് ശാശ്വത ജീവിതത്തിന്റെ നാൾ. ഇനി മരണമില്ല, ഇനി തിരിച്ചുപോക്കില്ല, ഇനി ഇവിടുന്ന് ആരും പുറത്താക്കുകയില്ല. ലഹും മാ യശാഊന ഫീഹ. അവർക്ക് അവർ ഉദ്ദേശിക്കുന്നതെല്ലാം അവിടെ ഉണ്ടായിരിക്കും. വലദൈന മസീദ്. അതിനു പുറമെ അധികമായി കൂടുതലായി നമ്മുടെ പക്കൽ മറ്റൊന്നുകൂടിയുണ്ട്. അതെന്താ? അല്ലാഹുവിനെ കാണുക, റബ്ബിനെ നോക്കിക്കാണുക, അവന്റെ മുഖത്തേക്ക് നോക്കുക എന്നത്. അതാണ് ഏറ്റവും വലിയ സുഖം. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. ഏറ്റവും പരമമായ ലക്ഷ്യം യഥാർത്ഥത്തിൽ അതാണ്, അള്ളാഹുവിനെ കാണുക എന്നത്. കാണാതെ ഇബാദത്ത് ചെയ്ത, കാണാതെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അവനെ കാണിച്ചു കൊടുക്കുക എന്നതാണ്.
അതാണ് ഏറ്റവും വലിയ സുഖം. അതിനോളം സുഖമുള്ള മറ്റൊരു കാര്യവുമില്ല. അതാണ് മുഅ്മിനിന്റെ ആഗ്രഹമായി തീരേണ്ടത്. ദുനിയാവിലെ ജീവിതത്തിന്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ അതാണ്. അല്ലാഹു വഅസ്അലുക ലദ്ദത നളരി ഇലാ വജ്ഹിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിലുണ്ട്, അല്ലാഹുവേ നിന്റെ മുഖം നോക്കി ആസ്വദിക്കുക, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ആ അനുഗ്രഹം. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒന്ന് പരലോകത്തുള്ളതാണ്, രണ്ടാമത്തേത് ദുനിയാവിലുള്ളതാണ്. അള്ളാഹുവിന്റെ മുഖം നോക്കി കാണുക എന്നത് സ്വർഗത്തിലാണ്. കാണാനുള്ള ആഗ്രഹം ഷൗഖ്, അത് ദുനിയാവിലാണ്. അത് യഥാർത്ഥത്തിൽ ആ ഷൗഖ് ഒരുവന് ലഭിച്ചാൽ അവൻ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കും. കാരണം അവൻ ജീവിക്കുന്നതിന് എന്തിനാണ്? റബ്ബിനെ കാണാനാണ്. എങ്ങനെയാണ് ആ റബ്ബിനെ അവൻ ധിക്കരിക്കുക? ആ റബ്ബിനെ അവൻ ധിക്കരിക്കുക പിന്നെങ്ങനെയാണ്? ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗവും നരകവും നേരത്തെ പടച്ചിട്ടുണ്ട്. മാത്രമോ എന്നിട്ട് ആ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് റബ്ബ് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവനാണ് നമുക്കത് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. സ്വർഗമുണ്ട്, ഉഇദ്ദത്തിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട സ്വർഗം. ആകാശങ്ങളുടെയും ഭൂമിയുടെയും വീതിയുള്ള സ്വർഗം. അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വീതിയാണ് അതിന്റെ വീതി. അർദാണ് പറഞ്ഞത്. അർദ് അതാണെങ്കിൽ തൂൽ എന്തായിരിക്കും? അർദ് വീതിയാണ്. അത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും വീതിയുണ്ട്. നീളം എന്തായിരിക്കും? ഇപ്പോൾ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ നരകം എവിടെയാണുള്ളത്? അപ്പോൾ നരകം എവിടെയാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഈ പകൽ വന്ന രാത്രി എവിടെയാണത് പോകുന്നത്? രാത്രി വന്നാൽ പകൽ എവിടെയാണ് പോകുന്നത്? അതുണ്ട്, അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് അതുണ്ട്. അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് അതുണ്ട് എന്നതുപോലെ സ്വർഗം ഇത്രയും വിശാലമാണ്. എന്നാൽ അതോടൊപ്പം നരകമുണ്ട്. അള്ളാഹു അത് സൃഷ്ടിക്കുകയും അത് നമുക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. രണ്ടുമുണ്ട്. സ്വർഗത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുകയും നരകത്തെക്കുറിച്ച് താക്കീത് നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് നമ്മെ അള്ളാഹു തർഗീബ് നടത്തിയിരിക്കുന്നു. അതിലേക്ക് മോഹം ജനിപ്പിക്കുന്ന, ആഗ്രഹിപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാകട്ടെ അത് വിസ്തരിച്ചു വന്നിരിക്കുന്നു. നരകത്തെക്കുറിച്ച് ഭയമുണ്ടാക്കുന്ന കാര്യം അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലാകട്ടെ അതിൽ വിസ്തരിച്ചു വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതിന്റെ വലിപ്പം, ഇതിന്റെയും വലിപ്പം, അതിലെ സുഖങ്ങൾ, ഇതിലെ കാഠിന്യവും പ്രയാസവും സങ്കടങ്ങളും എന്നു മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചു, അതിലേക്ക് ക്ഷണിച്ചു. നരകത്തിലേക്കുള്ള വഴികൾ പഠിപ്പിച്ചു, അതിൽ നിന്ന് താക്കീത് ചെയ്തു, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മാത്രമോ എന്നിട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനം പ്രവർത്തിക്കാൻ മുഅ്മിനുകൾക്ക് തൗഫീഖ് നൽകുന്നവൻ റബ്ബാണ്. അവന്റെ അനുഗ്രഹമാണ്, അവന്റെ ഔദാര്യമാണത്. അത് ലഭിച്ചവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അത് ലഭിക്കാത്തവർക്ക് അത് സാധിക്കുകയില്ല. എന്നിട്ടത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോടത് ചോദിക്കാൻ നമ്മോട് കൽപ്പിച്ചു. ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ആ വാഗ്ദാനം നിറവേറ്റിക്കൊടുക്കും. വയുദ്ഖിലുഹുൽ ജന്നത അറഫഹാ ലഹും, അവർക്ക് പരിചയപ്പെടുത്തിയ സ്വർഗത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ പ്രവേശിപ്പിക്കും. അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, സ്വർഗവാസികൾ അവർ സ്വർഗത്തിലെത്തിയാൽ അവർക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചത് എവിടെയാണ്? അവരുടെ കൊട്ടാരം എവിടെയാണ്? അവരുടെ സ്വർഗീയ സ്ഥലം എവിടെയാണ്? അവിടേക്ക് ഒരാളും പറഞ്ഞു കൊടുക്കാതെ മുഅ്മിനീങ്ങൾ ചെല്ലുമെന്നാണ് സ്വർഗത്തിലെത്തിയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖലസൽ മുഅ്മിനൂന മിനൻ നാർ, മുഅ്മിനീങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നരകത്തിന്റെ മുകളിലൂടെയാണ് സ്വർഗത്തിലെത്തുകയുള്ളൂ. അതിന്റെ മുകളിലൂടെ സഞ്ചരിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹു പറഞ്ഞു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ,
വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, അതിന്റെ വക്കത്ത് വരാത്തവരായി നിങ്ങളിൽ ഒരാളുമില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അല്ലാഹുവിങ്കൽ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്, ഒരു സംശയത്തിനും ഇടയില്ലാത്ത കാര്യം. എല്ലാവരും നരകത്തിന് മുകളിലുള്ള സിറാത്ത്, ആ പാലത്തിലൂടെ മാത്രമേ സ്വർഗത്തിലെത്തുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നമുക്ക് വിവരിച്ചു തന്നു. അതിൽ കൊളുത്തുകളുണ്ട്, കൊക്കകളുണ്ട്. അത് നേർത്തതാണ്, മൂർച്ചയുള്ളതാണ്. മിന്നൽ വേഗത്തിൽ അതിലൂടെ കടന്നുപോകുന്നവരുണ്ട്. കാറ്റിന്റെ വേഗത്തിൽ ഒരു വേഗതയുള്ള കുതിരപ്പുറത്ത് പോകുന്നത് പോലെ പോകുന്നവരുണ്ട്, ഓടിക്കടക്കുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, ഇഴഞ്ഞു നീങ്ങുന്നവരുണ്ട്. ഫമഖ്ദൂഷുൻ നാജിൻ, നരകത്തിന്റെ കൊളുത്തുകൾ പോകുമ്പോൾ പിടിച്ചു വലിക്കും. അതിന്റെ പരിക്കേറ്റ് അതിന്റെ മുറിവേറ്റ് രക്ഷപ്പെടുന്നവരുണ്ട്. വമഖ്ദൂസുൻ ഫിന്നാർ, നരകത്തിലേക്ക് വീഴുന്നവരുണ്ട്. നഊദു ബില്ലാഹ്. അന്ന് നബിമാർ അവർ അതിന്റെ അരികിൽ നിന്ന് പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവെ രക്ഷപ്പെടുത്തണമേ, അല്ലാഹുവെ രക്ഷപ്പെടുത്തണമേ. ഓരോരുത്തരും അവരുടെ അമലിനനുസരിച്ചാണ് രക്ഷപ്പെടുക. ചില ആളുകൾക്ക് ആ പോകുന്ന പോക്കിൽ എന്താണോ നരകത്തിന്റെ ചൂടായി ഏറ്റിട്ടുള്ളത് അതാണ് അവർക്ക് കിട്ടിയ ശിക്ഷ. അവർക്ക് അവരുടെ തിന്മകൾക്ക് കിട്ടിയത് എന്താണ്? ആ പോകുന്ന പോക്കിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം. ചിലരാകട്ടെ യാതൊരു പ്രയാസവുമില്ലാതെ സ്വർഗത്തിലേക്കെത്തും. അള്ളാഹു ഒരു പ്രയാസവും ഏൽക്കാതെ അവന്റെ ജന്നാത്തിലെത്തുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇദാ ഖലസൽ മുഅ്മിനൂന മിനൻ നാർ, നരകത്തിൽ നിന്ന് മുഅ്മിനുകൾ രക്ഷപ്പെട്ടാൽ ഹുബിസു, അവർ തടഞ്ഞു നിർത്തപ്പെടും. ബിഖന്തറത്തിൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു ഖന്തറത്തിൽ. ഖന്തറത്ത് എന്നാൽ പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുള്ളത് അത് മറ്റൊരു പാലമാണ്. പക്ഷെ അത് നരകത്തിന് മുകളിലുള്ളതല്ല. നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ സ്വർഗത്തിലേക്ക് കടക്കാൻ ഇനിയും താമസമുണ്ട്. അതെന്താണ്? വയതഖാസൂന മദാലിമ കാനത് ബൈനഹും ഫിദ്ദുനിയ, അവർക്കിടയിലുണ്ടായിരുന്ന ദുനിയാവിൽ എന്തെങ്കിലും ഇടപാടുകൾ ബാക്കിയുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് തീർപ്പാക്കും. എന്നിട്ട് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. കാരണം സ്വർഗത്തിൽ ഒരു കറയുടെ അംശവുമായി ഒരാൾക്കും കയറാൻ കഴിയില്ല. തയ്യിബുകൾക്ക്, വിശിഷ്ടരായവർക്ക്, പരിശുദ്ധർക്ക് ഉള്ള ഭവനമാണ് സ്വർഗം. അവിടെ ബടക്ക് കയറില്ല, നല്ലത് മാത്രമേ കയറുകയുള്ളൂ. മോശമായതൊന്നും അങ്ങോട്ട് കയറുകയില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ മുഅ്മിനീങ്ങളെ പല രൂപത്തിൽ ശുദ്ധീകരിക്കുന്നത്. ദുനിയാവിൽ അവരെ ശുദ്ധീകരിക്കുന്നത് അങ്ങനെയാണ്. പാപങ്ങളുടെ കറയുമായി അങ്ങോട്ട് കയറാൻ കഴിയില്ല. ഇസ്തിഗ്ഫാർ, പാപമോചനം, തൗബ, അതുകൊണ്ട് അള്ളാഹു ശുദ്ധീകരിക്കും. പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു ശുദ്ധീകരിക്കും. ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും കൊണ്ട് അള്ളാഹു മുഅ്മിനീങ്ങളെ ശുദ്ധീകരിക്കും. എന്നിട്ടും ശുദ്ധിയാകാത്തവരെ നരകത്തിൽ പ്രവേശിപ്പിച്ച് ശുദ്ധീകരിക്കും. ഈമാനും ഇസ്ലാമുമുള്ള ശിർക്കോ കുഫറോ സംഭവിക്കാത്ത ആളുകളാണെങ്കിൽ. എന്നാൽ കുഫറിലായി ശിർക്കിലായി മരിച്ചവനെ നരകം ശുദ്ധീകരിക്കുകയില്ല. അവൻ എത്ര കാലം നരകത്തിൽ കടന്നാലും ഷിർക്കിന്റെയും കുഫറിന്റെയും കറാവനിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. അവനതിൽ ശാശ്വതനായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ അതുകൊണ്ടാണ് കാഫിറും മുശ്രിക്കും നരകത്തിൽ ശാശ്വതരായി കഴിയേണ്ടി വരുന്നത്. കാരണം അത് പോകാത്ത കറയാണ്, ഒരിക്കലും വൃത്തിയാകാത്ത കറയാണത്. അതിലായി മരിച്ചാൽ, ഷിർക്കിലോ കുഫറിലോ മരിച്ചാൽ, അഊദു ബില്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിച്ച് മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഹത്താ ഇദാ ഹുദ്ദിബു വനുഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ ശുദ്ധമായാൽ, വൃത്തിയായാൽ, ഉദിന ലഹും ഫി ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർക്ക് അനുമതി നൽകപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ നഫ്സ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം, ഇന്ന അഹദഹും ബിമൻസിലിഹി ഫിൽ ജന്ന അഹ്ദാ മിൻഹു ബിമൻസിലിഹി അല്ലദി കാന ഫിദ് ദുനിയാ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിൻ ദുനിയാവിൽ തന്റെ വീട് എത്രമാത്രം അവന് പരിചിതമാണ്. ദുനിയാവിൽ തന്നെ അവനവന്റെ വീട്ടിലേക്ക് പോകാൻ ആർക്കെങ്കിലും വഴി മാറിപ്പോകും? ഇല്ലല്ലോ. എത്രമാത്രം തന്റെ വീട്ടിലേക്കുള്ള വഴി ഒരുവൻ അറിയാം, അതിനേക്കാൾ നന്നായി സ്വർഗത്തിൽ അവൻ അല്ലാഹു ഒരുക്കി വെച്ച ഭവനം അവനറിയാം. നേരെ അവിടത്തേക്ക് ചെല്ലും. വയുദ്ഖിലുഹുമുൽ ജന്നത അർറഫഹ ലഹും, അല്ലാഹു അവർക്ക് പരിചയപ്പെടുത്തിയ സ്വർഗത്തിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും. അതാണ് സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും
വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും. അവിടെ സഹോദരങ്ങളെ, അവിടുത്തെ വീടുകൾ എന്നാൽ ഒരിക്കലും ദുനിയാവിലെ വീടുകൾ പോലെയല്ല. അതിസുന്ദരമായ അങ്ങേയറ്റം മഹത്തരമായ ഭവനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകളാണ് അതിൻ്റെ ചുമരുകൾ. അതിനിടയിൽ തേച്ചിട്ടുള്ളത് അത് കുങ്കുമം കൊണ്ടാണ്, അല്ലെങ്കിൽ കസ്തൂരി കൊണ്ടാണെന്ന് ഹദീസുകളിൽ കാണാം. ഹസബാഉഹാ അൽ-ലുഅ്ലു വൽ മർജാൻ, അവിടുത്തെ ചരൽ കല്ലുകൾ അത് മുത്തും പവിഴവുമാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. നക്ഷത്രങ്ങളെ നോക്കുന്നത് പോലെ നോക്കേണ്ടി വരുന്ന അത്രയും വിശാലമായ കൊട്ടാരങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെ അവർക്ക് എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. ദുനിയാവിൽ ദുനിയാവാകെ അടക്കി ഭരിച്ച ഒരു രാജാവ് അവനെന്തൊക്കെ ഉണ്ടാകും, അതുപോലെയാണ് സ്വർഗത്തിൽ ഏറ്റവും അവസാനം കടക്കുന്ന ആൾക്ക് പോലും ഉള്ള സുഖാനുഭവങ്ങൾ അങ്ങനെയായിരിക്കും. അപ്പോൾ ആദ്യം അതിൽ കയറുന്ന ആളുകൾ എങ്ങനെയായിരിക്കും? അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുർകും, അവൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞു, വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു, അല്ലാഹു അവനെ സഹായിക്കുന്നവരെ സഹായിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ലോകരുടെ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അവൻ അസ്സമദാണ്. എന്നാൽ അസ്സമദ്, അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത, എല്ലാവരും അവനെ ആശ്രയിക്കുന്ന സമ്പൂർണമായ വിശേഷണങ്ങളുള്ളവനാണ്. അവന് യാതൊരു കുറവുമില്ല. അള്ളാഹുവിനെ സഹായിക്കുക എന്നത് ഒരിക്കലും അള്ളാഹുവിന് മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമുള്ളത് കൊണ്ട് പറഞ്ഞതല്ല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ലേ, മൻ അൻസാരി ഇലല്ലാഹ്, ആരുണ്ട് അള്ളാഹുവിലേക്ക് സഹായികളായി? ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്. ഹവാരികൾ പറഞ്ഞു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത അനുയായികൾ, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളാണ് അള്ളാഹുവിലേക്ക് സഹായികൾ. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ അള്ളാഹു പറഞ്ഞില്ലേ, നബിക്ക് പിൻബലമേകാൻ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ. എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ സഹായിക്കും. കാരണം ഫഇന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, പ്രതിഫലം ചെയ്തി എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രവർത്തനം എങ്ങനെയാണോ അതേ ഇനത്തിലായിരിക്കും പ്രതിഫലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവൻ, അവനുള്ള പ്രതിഫലം അവനെ അള്ളാഹു സഹായിക്കുക എന്നതാണ്. വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങളുടെ പാദങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഉറപ്പിച്ചു നിർത്തും. വയുസബ്ബിത് അഖ്ദാമകും, അള്ളാഹു നിങ്ങളുടെ കാലുകൾ, ഖദം അതിന്റെ ജംആണ് അഖ്ദാം, പാദങ്ങൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഉറപ്പിച്ചു നിർത്തും. അത് വഴുതി പോവുകയില്ല, നരകത്തിലേക്ക് തെന്നി വീഴുകയില്ല. അള്ളാഹുവിന്റെ സഹായമാണത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ് യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്, നീ അള്ളാഹിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ കാത്തു സൂക്ഷിച്ചുകൊള്ളും, അള്ളാഹു നിന്നെ കാത്തു രക്ഷിക്കും. ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹിനെ സൂക്ഷിക്കുക, തജിദുഹു തുജാഹക്, അള്ളാഹുവിനെ നിനക്ക് മുന്നിൽ കാണാം. റബ്ബിന്റെ സഹായം എപ്പോഴും നിനക്ക് മുന്നിലുണ്ടാകും. ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, അള്ളാഹുവിനെ സഹായിക്കുക, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹു ചോദിച്ചില്ലേ, ഇൻ യൻസുർകുമുല്ലാഹു, അള്ളാഹു പറഞ്ഞില്ലേ, ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, റബ്ബ് നിങ്ങളെ സഹായിച്ചാൽ, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. വയഖ്ദുൽകും, അള്ളാഹു നിങ്ങളെ കൈവിട്ടാൽ ഫമൻ ദല്ലദി യൻസുർകും മിൻ ബഅദിഹി, ആരുണ്ട് അവനല്ലാതെ നിങ്ങളെ സഹായിക്കാൻ? ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അള്ളാഹു നിങ്ങളെ കൈവിട്ടാൽ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നാണ് ഒരു മുഅ്മിൻ സഹായവും വിജയവും എല്ലാം പ്രതീക്ഷിക്കേണ്ടത്. റബ്ബിന്റെ ദീൻ കൈയൊഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുകയില്ല.
അതേസമയം അള്ളാഹുവിനെ, അവന്റെ ദീനിനെ നാം മുറുകെ പിടിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. റബ്ബിന്റെ സഹായം ലഭിച്ചാൽ ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. റബ്ബ് കൈവിട്ടാൽ ഒരാൾക്കും നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. ഏതുപോലെ അള്ളാഹുവിന്റെ കോപം വാങ്ങിക്കൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം ഒരുവൻ വാങ്ങാൻ ശ്രമിച്ചാൽ അള്ളാഹു അവനോട് കോപിക്കും, വൈകാതെ ജനങ്ങളും അവനോട് കോപിക്കും. എന്നാൽ ജനങ്ങളുടെ കോപം ഏൽക്കേണ്ടി വന്നാലും ശരി, എന്ന് പറഞ്ഞാൽ അവരെ ദ്രോഹിക്കാനോ അവരോടൊരു ജഫായിൽ വരണ്ട സ്വഭാവത്തിൽ പെരുമാറാനോ ഒന്നുമല്ല. മറിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പാലിച്ചതിന്റെ പേരിൽ ആർക്കെങ്കിലും നമ്മോട് വെറുപ്പുണ്ടായാൽ അത് നമ്മൾ ഗൗനിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് നാം മുൻതൂക്കം കൊടുത്താൽ അള്ളാഹു നമ്മെ സ്നേഹിക്കും, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും. അള്ളാഹു തൃപ്തിപ്പെട്ടവനെ ഇൻഷാ അള്ളാഹ് ജനങ്ങളും തൃപ്തിപ്പെടും. ഇത് കുറച്ച് സമയത്തെ കാര്യമാണ്. ഇതിന് പോകുമ്പോഴും പരിഹാരവും വരാനിരിക്കുന്നു. അല്ലെ, ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ വഗമ്മിദുൽ ഐനൈനി, നീ കണ്ണടച്ചു പിടിക്കൂ. വസ്ബിർ സാഅതൻ, കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കൂ. ലിസമാനി, വലിയൊരു കാലത്തേക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ ഇത് വളരെ ചുരുങ്ങിയ കാലമാണ്. നമ്മുടെ ദുനിയാവിലെ ജീവിതം എന്നത് വളരെ ചുരുങ്ങിയ കാലമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തമിക്കാറായ സൂര്യനെ നോക്കി, സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ നിങ്ങളുടെ ജീവിതം ദുനിയാവിന് ഇത് ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ. ദുനിയാവ് ആകെ ഇത്ര ബാക്കിയുള്ളൂ. അപ്പൊ നമ്മളെ ഓരോരുത്തരുടെ ജീവിതം എന്തായിരിക്കും? ദുനിയാവിൽ സഹോദരങ്ങളെ ബാക്കിയുള്ളത് ഖലീലാണ്, വളരെ കുറച്ചാണ്. അതിൽ നമുക്ക് ബാക്കിയുള്ളത് ഈ കുറച്ചിലും കുറച്ചാണ്. ഈ ഖലീലും ഖലീലാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. ദുനിയാവാകട്ടെ ആകെ ഇനി കുറച്ചേ ഉള്ളൂ. അവസാന തുമ്മത്താണിത്, തീരാനായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബുഇത്തു അന വസ്സഅതു കഹാതൈൻ, ഞാനും ഖിയാമത്ത് നാളും ഇതാ ഇങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ രണ്ട് കൈകൾ, രണ്ട് വിരലുകൾ, അടുത്തടുത്തുള്ള രണ്ട് വിരലുകൾ ചൂണ്ടിക്കാണിച്ചാണ് പറഞ്ഞു, ഞാനും ഖിയാമത്ത് നാളും ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിലൊന്നാണ്. കാരണം ഇനിയൊരു നബിയില്ല, നബിമാരുടെ ശൃംഖല അവസാനിച്ചു. ഇനി ഖിയാമത്ത് നാളാണ് വരാൻ പോകുന്നത്. സഹോദരങ്ങൾ, ദുനിയാവ് അത് തീരാറായിരിക്കുന്നു. അതിൽ ഓരോരുത്തരായ നമുക്കും, നമ്മൾ ഓരോരുത്തർക്ക് അതിൽ ആ കുറച്ചിൽ കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിലെത്ര കഴിഞ്ഞു, ഇനി എത്ര ബാക്കിയുണ്ട്? അല്ലാഹു അലം, അല്ലാഹുവാണ് അറിയുക. എത്ര ആളുകൾ അവരൊരുപാട് കാലം ജീവിക്കുമെന്ന് നനച്ചിരുന്നു, ചിന്തിച്ചിരുന്നു. എത്രയോ പെട്ടെന്ന് അവരെ മരണം പിടികൂടി. ഈ കണ്ട നമ്മൾ കേൾക്കുന്ന മരണവാർത്തകൾ, പെട്ടെന്നുള്ള മരണവാർത്തകൾ, അപകടങ്ങൾ, അവരാരും റോട്ടിലിരിക്കുമ്പോൾ ഞാൻ മരിക്കാൻ പോകണമെന്ന് ചിന്തിച്ചിട്ടില്ല. അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ മയ്യത്തായിട്ടാണ് തിരിച്ചു വരിക എന്നാലോചിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇത് എപ്പോഴും സംഭവിക്കാം, ഏത് സമയത്തും പിടികൂടാം. അൽ മൗതു ലാ യഅരിഫു ശാബ്ബൻ, മരണത്തിന് ചെറുപ്പക്കാരനൊന്നും അറിയില്ല. മരണത്തിന് ചെറുപ്പക്കാരനെ വയസ്സനൊന്നും അറിയില്ല, മറിച്ച് എല്ലാവരും ഒരുപോലെ. അൽ മൗതു ലാ യഅരിഫു ശാബ്ബൻ, മൗസിന് ചെറുപ്പക്കാരനൊന്നും അറിയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച ആളെ ആ സമയത്ത് പിടികൂടുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. قل പറയൂ നബിയേ, ഏത് മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്, فإنه ملاقيكم, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة, പിന്നീട് രഹസ്യവും പരസ്യവും അറിയുന്ന, ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ഫയുനബ്ബിഉകും, അവൻ നിങ്ങളെ വിവരമറിയിക്കും. ബിമാ കുൻതും തഅമലൂൻ, എന്താണ് നിങ്ങൾ ചെയ്തിരുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇത് വളരെ കുറച്ചാണ്. ഇതിൽ അള്ളാഹുവിനെ സഹായിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. വയസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. മുഅ്മിനീങ്ങളുടെ ദുആയിലുള്ളതാണ് വസബ്ബിത് അഖ്ദാമന, അള്ളാഹു ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണം, കാലുകൾ ഉറപ്പിച്ചു നിർത്തണം, തെന്നിപ്പോകരുത്, ഈ ദീനിൽ നിന്ന് തെറ്റിപ്പോകരുത്. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെ, ഇഖ്ലാസുള്ളവരെ അള്ളാഹു സഹായിക്കുകയും അവരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. എന്നിട്ട് നോക്കൂ, അള്ളാഹു പറഞ്ഞത് വല്ലദീന കഫറു
تعسا لهم وأضل أعمالهم والذين كفروا എന്നാൽ കുഫറിന്റെ ആളുകൾ കാഫിറുകൾ അള്ളാഹുവിന്റെ ദീനിനെ അവന്റെ റസൂലിനെ ഇസ്ലാമിനെ നിഷേധിച്ച ആളുകൾ അവർക്കുള്ളത് എന്താണ് ഫതഅസൻ ലഹും തഅസൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സുബൂത്തുൽ ഖദമിന്റെ നേരെ വിപരീതമാണത് കാലുറച്ചു നിൽക്കുക എന്നതിന്റെ നേരെ വിപരീതമാണ് എന്ത് തഅസൻ എന്ന് പറഞ്ഞാൽ കാലിറ്റി വീഴലാണ് ശരി യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം അതാണ് തെറ്റി വീഴുക അവർക്ക് നാശം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയും പക്ഷേ യഥാർത്ഥത്തിൽ ആ പദം ഉപയോഗിക്കുക ഇതിനാണ് കാലിറ്റി വീഴുക والذين كفروا فتعسا لهم ابن كثير പറയുകയാണ് عكس تثبيت الأقدام للمؤمنين الناصرين لله تعالى ورسوله صلى الله عليه وسلم മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായിക്കുന്നവരെ അല്ലാഹു പാദം ഉറപ്പിച്ചു നിർത്തുന്നതിന് നേരെ വിപരീതമായി ഇവരെ അല്ലാഹു വീഴ്ത്തി കളയും അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട് തഅയിസ അബ്ദുൽ ദീനാർ തഅയിസ അബ്ദുൽ ദിർഹം തഅയിസ അബ്ദുൽ ഖമീസ തഅയിസ അബ്ദുൽ ഖമീല തഅയിസ വൻതകസ് വഇദാ ശീക ഫലൻതഖശ് നമ്മൾ കിതാബ് തൗഹീദിൽ പഠിച്ച ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഅയിസ അബ്ദുൽ ദീനാർ ദീനാറിന്റെ അടിമ അവൻ തുലയട്ടെ വീഴട്ടെ അവൻ തഅയിസ അബ്ദുൽ ദിർഹം ദിർഹമിന്റെ അടിമ അവൻ വീഴട്ടെ അവൻ തുലയട്ടെ തഅയിസ അബ്ദുൽ ഖമീസ തഅയിസ അബ്ദുൽ ഖമീല ഖമീസയും ഖമീലയും ഒക്കെ ചിലതരം വസ്ത്രങ്ങളാണ് കാരണം ഇതിൻ്റെയൊക്കെ അടിമകളായി ജീവിക്കുക ദുനിയാവിന്റെ അടിമ എന്നറിയില്ലേ അങ്ങനെ ജീവിക്കുക അവന് ആകെ വലുത് ദുനിയാവാണ് ദുനിയാവിന് വേണ്ടി അവൻ എന്തും ചെയ്യും അള്ളാഹു ഹറാമാക്കിയതോ ഹലാലാക്കിയതോ എന്നതൊന്നും അവന് വിഷയമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യഅതി അലന്നാസി സമാൻ ജനങ്ങൾക്ക് ഒരു കാലം വരും അന്ന് അവർ നോക്കുകയില്ല സമ്പാദ്യം അവൻ ശ്രദ്ധിക്കുകയില്ല അമിനൽ ഹലാൽ അമിനൽ ഹറാം ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്നൊന്നും അവൻ നോക്കുകയില്ല എന്തെന്തായിക്കോട്ടെ നീ ദുനിയാവ് ലഭിക്കാൻ എന്തിനും അവൻ അഡ്ജസ്റ്റ് ചെയ്യും എന്ത് വേണോ ഒക്കെ ചെയ്യും എന്തൊക്കെ അള്ളാഹു ഫർദാക്കിയ കാര്യമാണെങ്കിൽ അവൻ ഉപേക്ഷിക്കും എന്ത് അള്ളാഹു ഹറാമാക്കിയതാണെങ്കിൽ അവൻ ചെയ്യും എന്തേ വേണ്ടുള്ളൂ ദുനിയാവ് വേണം ദിർഹമും ദീനാറും വേണം ഖമീസയും ഖമീലയും വേണം അവരെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തഅയിസ അബ്ദുൽ ദിർഹം തഅയിസ അബ്ദുൽ ദീനാർ തഅയിസ അബ്ദുൽ ഖമീസ തഅയിസ അബ്ദുൽ ഖമീല തഅയിസ വൻതകസ് അവൻ വീഴട്ടെ അവൻ തലകുത്തി വീഴട്ടെ ഫഇദാ ശീക അവനൊരു മുള്ളു തറച്ചാൽ ഫലൻതഖശ് അത് പുറത്തെടുക്കാൻ അവന് സാധ്യമല്ല അതുകൊണ്ട് ഇങ്ങനെ അവൻ പോകും ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു അഥവാ അവൻ അള്ളാഹു ശിഫ കൊടുക്കുകയില്ല അവന് ശമനം അള്ളാഹു റബ്ബുൽ ആലമീൻ കൊടുക്കുകയില്ല എപ്പോഴും ദുനിയാവിന്റെ പിന്നിൽ ഉരുണ്ടു മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ആഖിറത്തിനു കൊണ്ട് ജീവിക്കുന്നവൻ ദുനിയാവിനെ ആഖിറത്തിലേക്കുള്ള വഴിയായി കാണുന്നവൻ അതിന്റെ അർത്ഥം ദുനിയാവ് പാടെ ഉപേക്ഷിക്കണമെന്നല്ല അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ ദുനിയാവ് ഉപയോഗിക്കുക ആരാണ് ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് അവനാണ് ഏറ്റവും സന്തോഷത്തിൽ ദുനിയാവ് അനുഭവിക്കുക അവനാണ് ഏറ്റവും തൃപ്തിയോടെ ഖനാഅത്തിൽ എന്താണോ കിട്ടിയത് അതിലേറ്റവും സന്തോഷത്തിൽ തൃപ്തിയിൽ ദുനിയാവ് കിട്ടിയത് യഥാർത്ഥത്തിൽ അവനാണ് മറ്റൊരു കിട്ടിയിട്ടില്ല അള്ളാഹു പറഞ്ഞില്ലേ എന്താണ് അവന് അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ചവന് അവനെങ്ങനെയുള്ള ജീവിതമാണ് അള്ളാഹു നൽകുക മഈശതൻ ദൻക ഇടുങ്ങിയ ജീവിതം ദുനിയാവിലും ഖബറിലും നരകത്തിലുമൊക്കെ അവൻ ഇടുങ്ങിയ ജീവിതമാണ് എന്നാൽ ഈമാനും സാലിഹായ അമലും ഉള്ളവന് അള്ളാഹു അവൻ തയ്യിബത്തായ ഒരു ജീവിതം അള്ളാഹു നൽകുമെന്നാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പരീക്ഷണങ്ങൾക്കിടയിലും സബർ കൊണ്ട് സബറിന്റെ മധുരം അവന്റെ കൽബിനുണ്ടാകും സന്തോഷങ്ങളിൽ ശുക്റിന്റെ മധുരം അവന്റെ ഹൃദയത്തിനുണ്ടാകും അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുകയും ശുക്ർ ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ സബർ നമ്മൾ കൽപ്പിക്കുന്നു സബർ നമ്മൾ പരസ്പരം ഉപദേശിക്കുന്നു പക്ഷേ നമ്മിൽ പലരുടെയും സ്ഥിതി പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയുകയില്ല എന്നതാണ് നമ്മുടെ സ്ഥിതി സലഫുകളിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പരീക്ഷിക്കപ്പെടുകയും എന്നിട്ട് ഞാൻ ക്ഷമിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം അള്ളാഹ് എനിക്ക് ആഫിയത്ത് നൽകുകയും ഞാൻ ശുക്ർ ചെയ്യുകയും ചെയ്യുക എന്നതാണ് അത് നമുക്ക് ആഗ്രഹിക്കാം അത് തന്നെ റബ്ബിനോട് ചോദിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്
അള്ളാഹിനോട് ആഫിയത്ത് ചോദിക്കുക, സൗഖ്യം, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള സലാമത്ത് ചോദിക്കുക, ആഫിയത്തും സലാമത്തും ചോദിക്കുക. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള മുഅ്മിൻ അവനാണ് ദുനിയാവ് വൃത്തിയിൽ അനുഭവിക്കുന്നവൻ. അള്ളാഹു നൽകിയതിൽ യഥാർത്ഥ സന്തോഷം അവനാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെക്കുറിച്ച് പറഞ്ഞവൻ്റെ ജീവിതം മുഴുവൻ ഖൈറാണ്. ഒരു ദിവസം നിസ്കരിച്ചിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നിട്ട് അവിടുന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളെന്താണ് ചോദിക്കാത്തത്? ഞാൻ മുഅ്മിനിന്റെ കാര്യം ഓർത്താണ് ചിരിക്കുന്നത്. അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും അവൻ ഖൈറാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ, മുഅ്മിൻ അല്ലാതെ മറ്റൊരാൾക്കും അതില്ല. ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്ഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു. അവനൊരു പ്രയാസം ബാധിച്ചാൽ അവൻ ക്ഷമിക്കും, അങ്ങനെ അത് അവന് ഖൈറായി തീരും. ഒരു സന്തോഷം ഉണ്ടായാൽ അവൻ ശുക്ർ കാണിക്കും, അള്ളാഹ്ക്ക് നന്ദി പറയും, ഹംദ് പറയും, അങ്ങനെ അത് ഖൈറായി തീരും. എന്നാൽ സഹോദരങ്ങളെ, ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവർ, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ചവർ, അവർക്കുള്ളത് എന്താണ്? വല്ലദീന കഫറു തഅസൽ ലഹും, അവർ തുലഞ്ഞുപോയിരിക്കുന്നു, അവർ വീണിരിക്കുന്നു. വഅദല്ല അഅമാലഹും, വഅദല്ല അള്ളാഹു പാഴാക്കി കളഞ്ഞിരിക്കുന്നു, അഅമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ. അത് ഫലശൂന്യമായി, അത് നിഷ്ഫലമായി, ഉപകാരമില്ലാത്തതായി. എന്തുകൊണ്ടാണത്? അള്ളാഹു പറയുന്നു, ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. ذلك അത് ബിഅന്നഹും, എന്തുകൊണ്ടാണ് അവരെങ്ങനെയുള്ളവരായി? കരിഹു, അവർ വെറുത്തു, മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു. ഫഅഹ്ബത അഅമാലഹും, അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കി. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് സഹോദരങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം നവാഖിദുൽ ഇസ്ലാമിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഇസ്ലാം എന്ന് ഒരാൾ പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അള്ളാഹു അവതരിപ്പിച്ചതിനെ അയാൾ വെറുക്കുക എന്നത്. ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല, മറിച്ച് അതിനെ നാം സ്നേഹിക്കണം, അതിനെ നാം ഇഷ്ടപ്പെടണം. നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി അത് നമ്മൾ വെറുക്കാൻ പാടില്ല. അതിനെ നാം വെറുക്കുക എന്നത് ഒരിക്കലും പാടില്ല, മറിച്ച് അതിനെ നാം ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്. ദീനിലെ ഏതേത് കാര്യത്തെയും അള്ളാഹു അവതരിപ്പിച്ചതിനെ വെറുക്കുക എന്നത് കുഫറാണ്. എന്താണ് അതിനുള്ള തെളിവ്? ഈ ആയത്ത് അതിനുള്ള തെളിവാണ്. കാരണം അള്ളാഹു പറഞ്ഞത് അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ അവൻ പൊളിച്ചു കളയുമെന്നാണ്. പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോവുക കാഫിറിൻ്റെതാണ്. അതുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ഒരു നിയമത്തെ അത് നമുക്കെതിരാണെങ്കിൽ കൂടി നമ്മളതിനെ വെറുക്കാൻ പാടില്ല, മറിച്ച് നാം അതിനെ സ്നേഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച നിയമങ്ങളെ വെറുക്കുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹു അവൻ്റെ ദീനിൽ പുരുഷന്മാർക്ക് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യുക എന്നത് അനുവദിച്ചിട്ടുണ്ട്. പൊതുവെ അത് ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതെല്ലാവരുടെ കാര്യത്തിലും എല്ലാ സന്ദർഭത്തിലും അത് അനുവദനീയമാണ് എന്നല്ല. ഇപ്പോൾ ചില സന്ദർഭം ഉണ്ടാവും അതിലൊരാൾക്ക് ഒന്നിലധികം വിവാഹം ചെയ്യുക എന്നത് നിർബന്ധമായി തീരും. ചില സന്ദർഭമുണ്ടാകും അത് അയാൾക്ക് മുസ്തഹബായി തീരും, പുണ്യകരമായി തീരും. ചില സന്ദർഭമുണ്ടാകും അത് അയാൾക്ക് ഹലാൽ മുബാഹ് അനുവദനീയമായി തീരും. ചില സന്ദർഭത്തിൽ അയാൾക്ക് പാടില്ലാത്തതായി തീരും. ചില സന്ദർഭത്തിൽ അയാൾക്ക് ചെയ്യാതിരിക്കാനാണ് നല്ലത്, ഒരു കറാഹത്ത് എന്ന സ്ഥിതിയിലായിത്തീരും. ഇങ്ങനെയെല്ലാം വരുന്ന സാഹചര്യങ്ങളുണ്ട്. ശരിയാണ്, അങ്ങനെയെല്ലാം വരുന്ന സാഹചര്യങ്ങളുണ്ട്. അത് വിശദീകരിക്കാൻ അതിൻ്റെ ആ വിഷയമല്ലല്ലോ നമ്മൾ പറയുന്നത്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ എല്ലാം വരാം. പൊതുവെ ദീനിൽ അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആ നിയമത്തെ വെറുക്കുക എന്നത് നമുക്ക് പാടില്ല. അള്ളാഹു അവതരിപ്പിച്ച നിയമമാണ്.
അതിനെ വെറുക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോയേക്കും. അതിനർത്ഥം ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വെറുത്താൽ അവളൊപ്പം തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നല്ല. മറിച്ച് അത് പൊതുവെ ഒരു പെണ്ണും ഒരു സ്ത്രീയും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, തൻ്റെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കുക എന്നത്. പക്ഷെ ആ നിയമത്തെ അവൾ വെറുക്കാൻ പാടില്ല. തൻ്റെ ഭർത്താവ് വേറെ വിവാഹം കഴിക്കുക എന്നത് അവൾക്ക് അതിനോട് അതിഷ്ടമില്ലാതിരിക്കുക എന്നത് സ്വാഭാവികമാണ്. സ്ത്രീകൾക്ക് അങ്ങനെയുള്ള വിഷയത്തിൽ തോന്നുന്ന ഗൈറ, അവരുടെ രോഷം, അവരുടെ ഈർഷ്യത എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വരെ പരസ്പരം തമ്മിലുണ്ടായിട്ടുണ്ട്. അത് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല, അവരുടെ പ്രകൃതിയിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരാൾ കാഫറായിപ്പോയി എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ആരും പോയി പറഞ്ഞേക്കരുത്. പക്ഷേ ആ നിയമത്തെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചതിനെ വെറുക്കുക എന്നത് കുഫറാണ്. അത് കുഫറാണ്, അതിൽ സംശയമില്ല. എന്നാൽ സ്വാഭാവികമായി ഒരു തൻ്റെ ഭർത്താവ് വിവാഹം കഴിക്കുന്ന ഒരു പെണ്ണിന് ഇഷ്ടമാവുകയില്ല എന്ന് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ദീനിൽ അങ്ങനെ നിബന്ധന വെക്കാൻ വരെ അനുവാദമുണ്ട്. വേണമെങ്കിൽ ഒരു പെണ്ണിന് തന്നെ ആരെങ്കിലും വിവാഹം ആലോചിക്കാൻ വന്നാൽ അവൾക്ക് പറയാം, എന്ത്, എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, നിബന്ധനയുണ്ട്. എന്താണ്? എന്നെ വിവാഹം കഴിച്ചാൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പെണ്ണിന് നിബന്ധന വെക്കാമോ? നിബന്ധന വെക്കാം. ആ നിബന്ധനയോടെ ഒരാൾ വിവാഹം കഴിച്ചാൽ പിന്നെ ആൾക്ക് വേറെ വിവാഹം കഴിക്കാൻ പാടില്ല. ദീനിലെ നിയമം അത് അങ്ങനെയാണ്, ദീനിലെ നിയമം. അതേസമയം ഒരു പെണ്ണിന് എന്തു പറയാൻ പാടില്ല? ഒരാൾക്ക് വേറൊരു ഭാര്യയുണ്ട് എങ്കിൽ ഒരു പെണ്ണിന് പറയാൻ പാടില്ല, നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങളെ ആ ഭാര്യയെ, ആദ്യ ഭാര്യ നിങ്ങൾ തലാഖ് ചെല്ലണം എന്ന് പറയാൻ ഒരു പെണ്ണിന് അനുവാദമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിലക്കിയിട്ടുണ്ട്. അത് പാടില്ല. അതേസമയം ഇങ്ങനെ ഒരു പെണ്ണിന് നിബന്ധന വെക്കാം, എന്ത്, എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾ വേറെ ഒരു നിബന്ധനയുണ്ട്, എന്നെ കഴിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുക വേറെ അല്ലാതെ കഴിക്കാൻ പാടില്ല. ഏതൊരു പെണ്ണിന് നിബന്ധന വെക്കാം. അത് വെച്ചിട്ടൊരാൾ അതോടെ കല്യാണം കഴിച്ചാൽ പിന്നെ അയാൾ വേറെ വിവാഹം ചെയ്യാൻ പാടില്ല. അപ്പൊ നോക്കി, കാരണം അത് അനുവദനീയമായ ഒരു കാര്യമാണ്. എല്ലാവരും കഴിച്ചോളണമെന്ന് നിർബന്ധമില്ല, എല്ലാവർക്കും മുസ്തഹബുമാവുകയില്ല. അങ്ങനെ വിചാരിക്കരുത്. എല്ലാവർക്കും എല്ലാ സമയത്തും പുണ്യകരമാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ ആകുന്ന സന്ദർഭം കൊണ്ട് അല്ല, ഒന്നിൽ മതിയാക്കൽ ഖൈറാകുന്ന സന്ദർഭങ്ങളുമുണ്ട്, അങ്ങനെയുമുണ്ട്. സൂറത്തു നിസാഇന്റെ തഫ്സീർ വിശദീകരിക്കുമ്പോൾ നമ്മൾ ആ വിഷയം വളരെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. കൂടുതൽ അറിയാൻ അത് ആവശ്യമുള്ളവർ കേൾക്കുക. പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ദീനിലെ ഒരു നിയമത്തെ അള്ളാഹു അവതരിപ്പിച്ചു എന്നതിനാൽ ആ നിയമത്തെ വെറുക്കുക എന്നത് കുഫറാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതിനെ നാം തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയുമാണ് വേണ്ടത്. കാരണം അത് ഖൈറാണ്. അള്ളാഹുവിന്റെ നിയമം ഏതും യഥാർത്ഥത്തിൽ ഖൈറാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി അത് ഖൈർ തന്നെയാണ് എന്ന് ആണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, അഫലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബത്തു അല്ലദീന മിൻ ഖബ്ലിഹിം ഫലം യസീറു ഫിൽ അർദ്. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുന്നില്ലേ? ഫയൻദുറു, എന്നിട്ട് അവർ നോക്കുന്നില്ലേ? കൈഫ കാന, എങ്ങനെ ഉണ്ടായിരുന്നു, ആഖിബത്തു അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ദമ്മറല്ലാഹു അലൈഹിം, അല്ലാഹു അവരെ എല്ലാം നശിപ്പിച്ചു. വലിൽ കാഫിരീന, കാഫിറുകൾക്കുള്ളത്, അല്ലാഹുവിന്റെ ദീനിനെ നിഷേധിക്കുന്നവർക്കുള്ളത്, അംസാലുഹ, അതുപോലുള്ള നാശമാണ്, ശിക്ഷയാണ്. ഇവിടെ അല്ലാഹു ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം, ബിഖുലൂബിക്കും അബ്ദാനിക്കും, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ശരീരവും കൊണ്ട് സഞ്ചരിക്കണം. വെറുതെ ശരീരം കൊണ്ടുപോയിട്ട് കുഫർ പഠിക്കാനല്ല പോകേണ്ടത്, ഈമാൻ പഠിക്കാനാണ് പോകേണ്ടത്. ചില ആളുകൾ ഇങ്ങനെ ലോകം ചുറ്റി വന്നിട്ട് അവസാനം കാണാൻ മതനിഷേധിയാകുന്നത്. കാരണം പലജാതി മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുകയാണെന്ത്, എങ്ങനെ ഏത് കോലത്തിലും ജീവിച്ചാൽ മതിയത്. ഇങ്ങനെയാണ് ആളുകൾ സുബ്ഹാനല്ലാഹ് കാണുന്നത്. അവിടെ പോയി ഇവിടെ പോയി, അവിടെ കണ്ടു ഇവിടെ കണ്ടു, അത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്ത് അതുകൊണ്ട് പൈസ ഉണ്ടാക്കി ഇങ്ങനെ. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് അൽബും ബദനും കൊണ്ട് സഞ്ചരിക്കാനാണ്.
അങ്ങനെയുള്ളവൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണാം ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഹൃദയത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ കാഴ്ച നൽകിയവന് അത് കാണാം. അതുകൊണ്ടാണ് നോക്കൂ, പഴയ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെ ചരിത്രം പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? فإنها لا تعمل أبصار, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, ولكن تعمل قلوب التي في الصدور, ഹൃദയങ്ങൾ, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. കാരണം ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട പല സമൂഹങ്ങളുടെയും അവശിഷ്ടങ്ങൾ ദുനിയാവിൽ പലരും കാണുന്നുണ്ട്. എത്രയോ സ്ഥലത്ത് പഴയ സംസ്കാരങ്ങൾ കുഴിച്ചെടുത്തു, അതിൻ്റെ അവശിഷ്ടങ്ങൾ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? എത്രയോ പഴയ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ. ശരിക്കും നോക്കിയാൽ ആർക്കും മനസ്സിലാവും അങ്ങനെ തന്നെ ഉള്ള ഭൂമിയിലെ കാഴ്ചയതാണ്. കരയെല്ലാം അതേപോലെ ഭൂമിക്കടിയിൽ കിടക്കുന്നു. അവരുടെ കെട്ടിടങ്ങളും അവരുടെ ശൗചാലയങ്ങളും അവരുടെ പലതും. എന്നാലും ഇത് കുഴിച്ചെടുക്കുകയും ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്യുന്നവൻ ഒരിക്കലും എന്തുകൊണ്ട് ഇവർക്കിത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്താൽ തന്നെ ഈമാനിന്റെ ആ വൈക്കേക്ക് പോകില്ല. വേറെന്തെങ്കിലും കാരണം പോലും, പ്രകൃതി ക്ഷോഭത്തിൽ അങ്ങനെ ആയതായിരിക്കാം, വെള്ളപ്പൊക്കത്തിൽ പോയതായിരിക്കാം. ശരി, എന്തായിരിക്കും ഇതിന്റെ കാരണം? എന്താണ് അവർക്ക് സംഭവിച്ചത്? അവരുടെ അമൽ എന്തായിരുന്നു? ആരാണ് അവരെ നശിപ്പിച്ചത്? അവിടേക്ക് ചിന്ത പോകുന്നില്ല. എന്താണ് കാരണം? ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്. കണ്ണുകൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ട്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ, നെഞ്ചകങ്ങളുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഹൃദയത്തിന് കാഴ്ചയില്ല. അതുകൊണ്ട് കാണേണ്ടത് അവൻ അതിൽ നിന്ന് കാണുന്നില്ല, പഠിക്കേണ്ടത് അവൻ അതിൽ നിന്ന് പഠിക്കുന്നില്ല, ചിന്തിക്കേണ്ടത് അവൻ അതിൽ നിന്ന് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് യാത്ര പോകാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എങ്ങനെ? ഖൽബും ബദനും കൊണ്ട്. അപ്പോൾ കാണാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാം. എങ്ങനെയാണ് അള്ളാഹു പഴയ ആളുകളെ നശിപ്പിച്ചത്? അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു? ദമ്മർ അള്ളാഹു അലൈഹിം, അള്ളാഹു അവരെ നശിപ്പിച്ചു. ആദ് സമുദായം, സമൂദ് ഗോത്രം, അല്ലേ? എത്ര സമുദായങ്ങൾ! നൂഹ് നബിയുടെ സമുദായം, ലൂത്ത് നബിയുടെ സമുദായം, ഷുഐബ് നബിയുടെ സമുദായം. പലവിധ ശിക്ഷകൾ കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു. അള്ളാഹു മുക്കി നശിപ്പിച്ചവരുണ്ട്, ആകാശത്ത് നിന്ന് ചരൽ വർഷം അയച്ചവരുണ്ട്, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞവരുണ്ട്. അവരുടെ ഭൂമി ഒന്നാകെ മുകളിലേക്കെടുത്ത് തല കീഴായി മറിച്ച് വീഴ്ത്തി അവർക്ക് മേലെ തീക്കല്ലുകൾ അയച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ലൂത്ത് നബിയുടെ സമുദായത്തെ അള്ളാഹു അങ്ങനെയാണ് നശിപ്പിച്ചത്. ഇങ്ങനെയെല്ലാം അള്ളാഹു നശിപ്പിച്ചവരുണ്ട്. ഒരിടുത്തി ഘോരമായ ശബ്ദം തഫ്സീറുകളിൽ കാണാം. അത് കേട്ടതോടെ ഹൃദയങ്ങൾ അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു താഴേക്ക് വിടുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. ദമ്മർ അല്ലാഹു അലൈഹിം, അള്ളാഹു അവരെ മുഴുവൻ നശിപ്പിച്ചു. വലിൽ കാഫിരീന അംസാലുഹാ, ഈ കാഫിറുകൾക്കും അതുപോലുള്ളതാണ് വരാനിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചവർ ശരിക്ക് പഴയകാല നിഷേധികളെക്കാൾ കടുപ്പമുള്ള പ്രവൃത്തിയാണ് പ്രവർത്തിച്ചത്. അള്ളാഹിന്റെ റസൂലുകളെ ഏറ്റവും ശ്രേഷ്ഠരെയാണ് നിഷേധിക്കുന്നത്. അതുകൊണ്ട് അതുപോലുള്ളതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.